ഹേ ഗായ്സ്, ദിസ് ഈസ് ജാരി ബട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ആൻഡ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി അടുത്തതായിട്ട് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നതാണ്. ഓക്കെ, സോ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ, അതോ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, എന്താണ് മുന്നോട്ടേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു പേഴ്സൻ്റെ ആക്ഷൻ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. സോ നമ്മൾക്ക് കാഴ്ചയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ദാറ്റ് മീൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയുടെ എനർജി. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഹെറോഫൻ വന്നിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾസ്, 6 ഓഫ് കപ്സ്, ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് സോഡ്സ്, 7 ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് കപ്സ്, 3 ഓഫ് വാൺസ്, 4 ഓഫ് പെൻറ്റിക്കിൾ. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് ദ വേൾഡ് കാർഡാണ്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയുമായിട്ടുള്ളൊരു ആഗ്രഹം അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുക, സറണ്ടർ ചെയ്യുക, പിന്നെ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 3 മാസത്തിലൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിട്ടും, സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു 6 മാസം വരെ പോകാനുള്ളൊരു ചാൻസുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി എതിർത്ത് നിൽക്കുന്നൊരവസ്ഥയോ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു സമയം ഈ വ്യക്തിയെ നേരിട്ട് കാണാനായിട്ട് എടുക്കുന്നതായിട്ടും നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി എന്ന രീതിയിൽ നിൽക്കുന്നതും ഇവിടെ ഒരു 6 മാസം വരെ സമയം എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാട്ടി കൂടുതൽ മുന്നോട്ടേക്ക് വരും മാസത്തിൽ ഈ ഒരു കണക്ഷൻ വീണ്ടും തിരിച്ചു കിട്ടണം എന്നൊരു ആഗ്രഹം നിങ്ങളെക്കാട്ടി കൂടുതൽ വരുന്നു. നിങ്ങൾ മേ ബി മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചിലർക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ഇപ്പോൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാലും ഈ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാനും കഴിയാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, മേ ബി ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ട്. എത്രയൊക്കെ വേണ്ട അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെച്ചാലും ഈ ഒരു പേഴ്സൺ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ടേക്ക് പോയി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മാറ്റം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കാർഡ്സിൽ കാണിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ. മുന്നോട്ടേക്ക് പോകും തോറും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കാട്ടി കൂടുതൽ ഇതിലൊരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്നത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളും 6 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ഒരു കോൾ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി തിരിച്ചു വരാനുള്ളൊരു ചാൻസ്, ഒരു ഡേ ബൈ ഡേ ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു 6 മാസമൊക്കെ സമയം കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. സോ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം. നിങ്ങളെ ഈ വ്യക്തി സ്പൈ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ അങ്ങോട്ടേക്ക് സ്പൈ ചെയ്യുന്നത് നിർത്തുക. ഓക്കെ, ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്യുന്നത് നിർത്തുക.
നിർത്തുക. ലാസ്റ്റ് സീൻ നോക്കുന്നതോ അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഒക്കെ നിർത്താം. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ആക്ഷൻ എടുക്കും എന്നതാണ് കാർഡ്സിൽ കാണിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ എനർജി ഭയങ്കര ഡൗൺ ആണ്. എല്ലാം നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തു. ഡൗൺ ആണ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു വ്യക്തി തിരിച്ച് ആ ഒരു നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വ്യക്തി കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. 2 ഓഫ് സോഡ്സ് ആണ്. എന്ത് തീരുമാനം എടുക്കണമെന്ന് ആൾക്ക് ഇപ്പോൾ ഒരു ഐഡിയയും ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കൂടുതലായിട്ടും കരിയർ വൈസ് കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മീൻസ് ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വരുന്നത്. മുന്നോട്ടേക്ക് പോകുന്ന മാസങ്ങളിലെല്ലാം തന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ തുടങ്ങിയ മാസങ്ങളിലെല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഒരു ക്യാഷ് ബേസ്ഡ് സ്റ്റെബിലിറ്റി വന്നു ചേരുന്നതായിട്ടും, മേ ബി നല്ലൊരു ജോലി അല്ലെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷനോ കാര്യങ്ങളോ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനോ ജോലിയിലൊരു മാറ്റമോ ഈ വ്യക്തിക്ക് അതൊരു നല്ലൊരു ചേഞ്ചായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, വീണ്ടും ഡൗൺ ആയി പോകുന്നൊരവസ്ഥയല്ല, കുറച്ചും കൂടി ബെറ്റർ ആകുന്നു, കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആകുന്നു, സ്റ്റേബിൾ ആകുന്നു, ഒരു സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് 10 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൺ സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഒരു ഫാമിലി ഒരു ഫീൽ എപ്പോഴും ഈ വ്യക്തിക്കുള്ളത്. ലൈഫ് ലോങ് നിങ്ങൾ കൂടെ കാണണം. ഓക്കെ, സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ കുറച്ച് നാളൊന്നും മിണ്ടാതിരിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് എത്രത്തോളം നിങ്ങൾ സ്പെഷ്യൽ ആയിരുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടായിരുന്നു ഒരു ഫാമിലി വേണ്ടിയിരുന്നത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ, അതും ഇനിയൊരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു 3 months 6 months ഒക്കെയാണ് കാർഡ്സിൽ കാണിക്കുന്നത്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്ത് സ്പെൽസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 3 മാസം അതിനുള്ളിൽ തന്നെ റീകൺസിലേഷൻ നടക്കും. നിങ്ങൾക്ക് ഏത് നിമിഷവും അത് പ്രതീക്ഷിക്കാം. ഒരു കോൾ, മെസ്സേജ്, അടുത്തൊരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ തന്നെ എടുക്കുന്നതായിട്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് മാറും. നിങ്ങളുമായിട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷനാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്. സോ 4 എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പർ 444444 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഒരു പുതിയ തുടങ്ങും എന്നും നമ്മൾക്ക് പറയാൻ സാധിക്കും. ആൻഡ് ദ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് വേൾഡ് കാർഡാണ്. സോ തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവാണ്. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ വ്യക്തി കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളാണ് വലുത്. നിങ്ങളെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആ പേഴ്സണൽ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി പോവും. ഓക്കെ, ഒരു എനർജിയും ഇല്ലാത്ത അവസ്ഥയായി പോവും. അത് മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഈ വ്യക്തിയായിട്ട് തന്നെ ആക്ഷൻ എടുക്കും. ഇപ്പോൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആണ്, അത് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് ക്ഷമയോടുകൂടി ഇതിൽ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ. അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടെ 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദ മജീഷ്യൻ കാർഡ്, 10 ഓഫ് കപ്സ്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് പെൻറ്റിക്കിൾ, 8 ഓഫ് കപ്സ്, ചാരിയറ്റ്, ലവേഴ്സ് കാർഡ്, 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഹാങ്ഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു സെക്കൻഡ് പൈൽ റെസനേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാവുന്നതാണ്. കാർഡ്സിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ പറയുമ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് ആകുന്ന രീതിയിലൊരു എനർജി ഇവിടെ കാണാൻ
സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ 9 ഓഫ് കപ്സ് ആണ്. ഒരു കപ്പ് ഇവിടെ മിസ്സിംഗ് ആണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്കതൊരു 10 ഓഫ് കപ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ഇവിടെ 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു കപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, അതൊരു സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലൂടെ പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. മേ ബി നിങ്ങൾ ഇപ്പോൾ ഒന്നും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അങ്ങനെയല്ല, അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരേണ്ടതാണ്. ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഇവിടെ ആവശ്യമാണ് എന്നതാണ് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നകന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് വരുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളതും ദ ഹാങ്ഡ് മാൻ ആണ്. അതായത് ഈ വ്യക്തിനെ സംബന്ധിച്ച് ദൂരെ നിന്നും എല്ലാം മാറി നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ്. ഒരു ആക്ഷനിലേക്ക് എത്തപ്പെടുന്നില്ല എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല കാരണത്താൽ, സാഹചര്യം കൊണ്ടായിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഡീപ്പ് കണക്ഷൻ എവിടെയോ മിസ്സാണ് എന്നതാണ് കാണിക്കുന്നത്. ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആവാനുള്ളൊരു ചാൻസുമുണ്ട്. അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻ തന്നെയായിരുന്നു എന്നതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഈ വ്യക്തി എന്ത് തീരുമാനമെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്യക്തിനെ നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് നേരെ കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലുണ്ടെങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അധികം സമയമില്ല. ഒരു 2 മാസം, മാക്സിമം ഒരു 3 months എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ വ്യക്തിനെ, അതായത് ഒരു ഡബിൾ ഡെസ്റ്റിനിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് എന്നേക്കുമായിട്ടുള്ളൊരു ആക്ഷൻ ആയിരിക്കും. അത് മേ ബി നിങ്ങളെ വേണം എന്നുള്ളൊരു ഒരു ഡിസിഷനിലേക്ക് എത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഈ ഒരു കണക്ഷൻ വേണ്ട, ഓക്കെ, എന്തൊക്കെ വന്നാലും ഇതിനി വേണ്ട, മുന്നോട്ടേക്ക് പോയാലും ശരിയാകില്ല എന്നൊരു ഡിസിഷനിലേക്കും എത്താം. സോ അത് നിങ്ങളുടെ കൈകളിലാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കണക്ഷനും ആകാം. ഒരു സമയത്ത് ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു കണക്ഷനാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. അറ്റ് പ്രസൻറ്റ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ദ ഹാങ്ഡ് മാൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്കിതിലൊരു ജസ്റ്റിസ് വേണം എന്നുണ്ടെങ്കിൽ ഇന്ന് മുതലെങ്കിലും ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലൂടെ പോവുക. പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ സാധിക്കും. കരിയർ വൈസ് ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെടാൻ പഠിക്കുക. ഓക്കെ, ഇവിടെ 8 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് ഭയങ്കര ഒരു വേദനാജനകമായിരുന്നു. ഈ വ്യക്തി ഇട്ടിട്ട് പോയ സമയത്ത് 2 പേർക്കും അതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയായിരുന്നു. മേ ബി പറഞ്ഞു നിർത്തിയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോയാലും ശരിയാകില്ല എന്നൊരു തോന്നൽ പലപ്പോഴും നിങ്ങൾക്ക് 2 പേർക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് 95% ഒരു സെപ്പറേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിലൊരു സെപ്പറേഷൻ, ലോങ് ഡിസ്റ്റൻസ്, വഴക്ക്, വാക്കുതർക്കം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനോ ഒരു ക്ലാരിറ്റി തരാതെ നിന്നിട്ടുണ്ട് എന്നതിവിടെ കാണാൻ പറ്റുന്നു. ദ ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആ വ്യക്തിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, മേ ബി എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് പോലെയും നമ്മൾക്ക് പറയാൻ സാധിക്കും. അതായത് ഇവിടെ ഏസ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യണം, നിങ്ങൾ ഒന്നിക്കരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട് എന്നതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിനൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ 2 പേരും കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഉയർച്ച കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്യാഷാണ്, ജോബാണ്. അങ്ങനെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ കരിയർ വൈസ് ഫോക്കസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരാനോ ഓക്കെ, ഒരു ക്യാഷും പലപ്പോഴും പല ബന്ധങ്ങളിലും ഒരു ഡിസ്റ്റൻസും സെപ്പറേഷനും കൊണ്ടെത്തിക്കാം. ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ബെറ്ററാണ്. ഒരു ജോലിക്ക് ശ്രമിക്കാം. നല്ലൊരു ജോലി കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് കാരണമുള്ള ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ, എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ അതിൻ്റെ പേരിലുള്ള വാക്കുതർക്കങ്ങളോ ആണെങ്കിൽ അത് മാറാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ
ഹാപ്പി ആയിട്ടിരിക്കുക, വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല. സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ, അതായത് നിങ്ങൾക്കൊരു മജീഷ്യനെ പോലെ ഇവിടെ പ്രവർത്തിച്ചൊരു 2 മാക്സിമം 3 മന്ത്സ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിന് ശേഷമുള്ള 3 മന്ത്സ്. ഓക്കെ, നിങ്ങൾക്കൊരു മജീഷ്യനെ പോലെ അട്രാക്ട് ചെയ്ത് ഈ ഒരു പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഡബിൾ ഡെസ്റ്റിനിയാണ്. സോ എത്രത്തോളം എനർജി, പോസിറ്റീവ് എനർജി നിങ്ങൾ കൊടുക്കുന്നു അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ട്. സോ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. ഒരുപാട് സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പലപ്പോഴും ഒരു ദേഷ്യവും വാശി, മടുപ്പ്, ഇത് വേണ്ട, മുന്നോട്ടേക്ക് പോകണ്ട എന്ന് വരെ തോന്നിപ്പോകുന്ന കണക്ഷൻസാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ. ഓക്കെ, എന്നാൽ അത്രത്തോളം മനോഹരവുമാണ്, അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റും, ഒന്നിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്ന് പറയാൻ സാധിക്കുന്നതും ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. ഓക്കെ, സോ അതും ഇവിടെ എടുത്തു പറയാനുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം, അതുകൊണ്ടും ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് വന്നു ചേരാം. പല ഇഷ്യൂസിലൂടെ, പല സ്റ്റേജിലൂടെയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ, ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.